നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സജ്മാർക്ക് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അഹിംസ എന്നുള്ള ആ പരമമായിട്ടുള്ള തത്വത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതില് സംഭാഷണത്തിന്റെ പ്രാധാന്യം ലാലാജി മഹാരാജ് നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ, അതിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പൊ ഈ കോൺവെർസേഷൻ, സംഭാഷണം, അത് പ്രവൃത്തിയായിട്ട് മാറുമ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം ചിന്തകളെ ശ്രദ്ധിക്കുന്നു, പിന്നെ വാക്കുകളെ ശ്രദ്ധിക്കുന്നു, പിന്നെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുന്നു. പ്രവൃത്തികളാണ് ഹാബിറ്റ്സ് ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ ഉണ്ടാകുന്നത് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യാരക്ടർ നമ്മളുടെ ഭാഗധേയത്തെ നിശ്ചയിക്കുന്നു, ഡെസ്റ്റിനി. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല, ഒന്നുമല്ല. പ്രപഞ്ചത്തിലെ സർവശക്തികളും നമ്മുടെ എതിരെ നിന്നാലും ഞാൻ നേർവഴിക്ക് പോകുന്ന തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്നെ തടുക്കാൻ സാധിക്കില്ല. എന്റെ ഭയത്തിന്റെ അടിസ്ഥാനം മരണഭയമാണ്. എല്ലാവരും കൂടി എന്നെ ഇല്ലാതെയാക്കും. ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗുണമുള്ളത് ഈ ചെയ്യുന്നതിനൊക്കെ? ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. ആധ്യാത്മിക പാതയിൽ റെഗുലറായിട്ട് സാധന ചെയ്യുന്ന ഒരാള് ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ ഭൗതിക സുഖം കിട്ടുന്നില്ല, ആധ്യാത്മിക സുഖവും ലഭിക്കുന്നില്ല. അപ്പൊ എന്താണ് അയാൾക്ക് പ്രയോജനം? അവിടെ ഭഗവാൻ പറയുന്നത് ഒരിക്കലും നല്ല കർമ്മങ്ങൾ അതിന്റെ ഗുണം ഇല്ലാണ്ടാവില്ല എന്നുള്ളത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് യാതൊരു സംശയമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ അറിയാം, നമ്മളുടെ
ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സത്കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ള പോസിറ്റീവ് തോട്ട്സ് അത് പലപ്പോഴും നമ്മളെ സഹായിക്കുന്നു. ചാരുജി മഹാരാജ് ഒരു കഥ പറയാറുണ്ട്. ഒരു രാജാവ് ഉണ്ടായിരുന്നു, വളരെ ക്രൂരനായിട്ടൊരു രാജാവായിരുന്നു, എല്ലാവരും പീഡിപ്പിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൽ മത്സ്യങ്ങളെ വളർത്തുന്നു. മത്സ്യത്തിന് വളരെ സ്നേഹപൂർവ്വം എല്ലാ ദിവസവും അദ്ദേഹം ഫീഡ് ചെയ്യും. അപ്പൊ അദ്ദേഹം മരിച്ചപ്പോൾ ഈശ്വരന്റെ സന്നിധിയിലെത്തിയതാണ്. അപ്പോ അവിടെ ഇദ്ദേഹം ഉപദ്രവിച്ചിട്ടുള്ള ആത്മാക്കളുണ്ട്, ഇദ്ദേഹത്തെ നരകത്തിലേക്ക് അയക്കൂ എന്ന് പറയുന്നു. അപ്പോ ചെറിയൊരു ശബ്ദം അപ്പുറത്ത് കേട്ടതാണ്. മത്സ്യങ്ങള് പറയാണ്, ഭഗവാനെ, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെയും കൂടി കാര്യം ഒന്ന് പരിഗണിക്കണമേ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും നന്മയെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഓക്കെ എന്ന് ഈശ്വരൻ പറയുന്നു. അപ്പൊ മത്സ്യം പറയാണ്, അങ്ങ് തീരുമാനിക്കുമ്പോൾ ഈശ്വരൻ ചോദിക്കും, എവിടെയാണ് ആദ്യം പോകേണ്ടത്, സ്വർഗത്തേക്കാണോ നരകത്തേക്ക്? അപ്പൊ സ്വർഗത്തേക്ക് പോകണമെന്ന് പറയണം. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരില്ല. പോസിറ്റിവിറ്റിക്ക് പോയാൽ പിന്നെ നെഗറ്റിവിറ്റിക്ക് വരേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ സൂചന. അപ്പൊ അതൊരു പാരബിൾ ആണെങ്കിലും അതിന് വലിയൊരു അർത്ഥമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നു. അജാമിളിന്റെ കഥ, അങ്കുലിമാലന്റെ കഥ, ഇതൊക്കെ കാണിക്കുന്നത് എപ്പോഴോ ചെയ്തിട്ടുള്ള സത്കർമ്മങ്ങൾ നമ്മളെ കണക്ട് ചെയ്യുന്നു, ഉയർച്ചയിലേക്ക് എത്തിക്കുന്നു, ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കർണൻ ദുര്യോധനന്റെ കൂടെ ആയിരുന്നെങ്കിലും, അധർമ്മപക്ഷത്തായിരുന്നെങ്കിലും, അദ്ദേഹത്തിന് അവസാന നിമിഷം ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് മോക്ഷം നൽകി എന്നുള്ളൊരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ സത്കർമ്മങ്ങൾ തരാൻ പറഞ്ഞു. എനിക്ക് ഇനി ഒന്നും ദാനം ചെയ്യാനില്ല എന്ന് കർണൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, നീ അതൊക്കെ അതിനോടൊരു അറ്റാച്ച്മെന്റ് അതെനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെയാണ് കർണൻ ശരീരം വിട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പോസിറ്റിവിറ്റി കൊണ്ട് ഗുണം ഉണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ലേ. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടില്ല, നമ്മൾ സഹായിച്ചിട്ടുള്ള ആൾക്കാർ, അവരുടെ അടുത്തുനിന്നാവില്ല, വേറെ എവിടുന്നെങ്കിലും നമുക്ക് ഹെൽപ്പ് തീർച്ചയായിട്ടും വന്നു ചേരും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മുടെ വാക്കുകളിൽ ശ്രദ്ധിക്കണം, പ്രവൃത്തികളിലും ശ്രദ്ധിക്കണം, കർമ്മത്തിൽ. ഈ ആക്ഷൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? മഹാത്മാഗാന്ധിജി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയും. നമ്മൾ നെഗറ്റിവിറ്റിനെ ഇല്ലാണ്ടാക്കിയാൽ മാത്രം പോരാ, പോസിറ്റിവിറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ് അന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ വാക്കുകളിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരണം. വേണ്ടാത്ത കാര്യങ്ങൾ പറയാണ്ടിരുന്നാൽ മാത്രം പോരാ, നല്ല കാര്യങ്ങൾ പറയണം, സ്നേഹത്തോടെ പറയണം എന്നാണ് ലാലാജി മഹാരാജ്. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ടാത്ത കാര്യങ്ങൾ ഇല്ലാണ്ടാക്കിയാൽ മാത്രം പോരാ. പൊല്യൂഷൻ ഇല്ലാണ്ടാക്കുക, വൃത്തികേട് എടുത്തു കളയുക, അതുപോലെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നന്മയാണ്. അവിടെ സാനിറ്റേഷൻ, നല്ല സ്കൂളുകൾ, നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം നൽകുന്ന സമ്പ്രദായങ്ങൾ, ലിവിങ് കണ്ടീഷൻസ്, ഇതൊക്കെ വേണമെന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം തുടങ്ങേണ്ടത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും കൂടെ നിൽക്കുന്നത് ശരീരമാണ്. ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിനെയും അവഗണിക്കാൻ പറ്റില്ല. കാലിന്റെ വിരലിന്റെ ഒരു നഖം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അടുത്ത തോലിനെ മുറിച്ചിട്ട് അത് പഴുപ്പായിട്ട് മാറും. കാലിന്റെ ഉള്ളനടി, കുട്ടിക്കാലത്ത് അച്ഛൻ പറയാറുണ്ട്, തലയിൽ എണ്ണ തേക്കുമ്പോൾ കാലിന്റെ ഉള്ളനടിയിലും കൂടി എണ്ണ തേക്കണം. കാരണം അവിടെ ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. കാലിന്റെ സോൾ, ഉള്ളനടി മുഖം പോലെ കൈകാര്യം ചെയ്യണം എന്ന് ഡയബറ്റിക്സിനോട് പറയാറുണ്ട്. കാരണം അത്രയും ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ അറിയില്ല. പുറം ഭാഗം, ശരീരത്തിന്റെ പുറം ഭാഗം, ഇവിടെ മാത്രം വൃത്തിയാക്കി വെച്ചാൽ പോരാ. ഇവിടെ നല്ല വൃത്തിയാക്കി വെക്കും, നല്ല കോസ്മെറ്റിക്സ് ഇടും, പിന്നെ അങ്ങനെ എന്താണെന്നറിയില്ല, ഒരു വലിയ തുണിയൊക്കെ ഇട്ട് അങ്ങനെ മൂടി വെക്കും. അപ്പോൾ കാണുന്ന ഭാഗങ്ങൾ മാത്രം ബ്യൂട്ടിഫൈ ചെയ്യുക, കാണാത്ത ഭാഗങ്ങളെ മറച്ചു വെക്കുക എന്നുള്ളൊരു സ്വഭാവം. അല്ലെങ്കിൽ കാണാത്ത ഭാഗങ്ങൾ, ഇപ്പോൾ ബോഡി ആണെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുക, മസിൽസ് ഉണ്ടാക്കുക. സ്ത്രീകളാണെങ്കിൽ അതിനനുസരിച്ച് ശരീര സൗന്ദര്യം ഡെവലപ്പ് ചെയ്യുക, അട്രാക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു? ഒരു പ്രസിദ്ധയായ നടി ഇങ്ങനെ ശ്രമിച്ചിട്ട് അവസാനം മരിച്ചു, ഡയറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് മരിച്ചു. അവർ അനാവശ്യമായിട്ടുള്ള ഈ ശരീരത്തിനോടുള്ള ഈ പ്രീണനം, ശരീരത്തെ പ്രീണിപ്പിക്കും വേണ്ട, പീഡിപ്പിക്കും വേണ്ട, അതിനെ ഒരു ഫ്രണ്ടിനെ പോലെ കണക്കാക്കണം. അപ്പൊ നമ്മുടെ ആക്ഷൻ, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം തുടങ്ങുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ പ്രസന്റബിൾ ആവണം. നമ്മൾ മാസ്റ്റേഴ്സ് നോക്കിയാൽ എപ്പോഴും പ്രസന്റബിൾ ആണ്. ശാസ്ത്രപ്രകാരം ശരീരത്തെ ഡീൽ ചെയ്യണം. നമ്മുടേത് ഇഷ്ടപ്രകാരം
ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടേണ്ട ആവശ്യമില്ല. പല ഡയറ്റുകളുണ്ട്, പല എക്സസൈസസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ ശരീരത്തിന് നല്ലതാണ്. എല്ലാ ശരീരവും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. ഓരോ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതി, എത്ര വെയിറ്റ് വേണം, എത്ര ഹൈറ്റ് വേണം, അത് കെയർ ചെയ്യാം. ആ ശ്രദ്ധ, അതിന്റെ റിസൾട്ടിലല്ല പ്രാധാന്യം. ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട്, റിസൾട്ടിലല്ല പ്രാധാന്യം, നമ്മുടെ പ്രോസസ്സിലാണ്, നമ്മുടെ ആ കെയറിലാണ്, ശ്രദ്ധയിലാണ്. നമ്മൾ ശ്രദ്ധിച്ചു, നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അത് നമ്മുടെ മനസ്സിന്റെ കണ്ടീഷനെയാണ് കാണിക്കുന്നത്. നമ്മുടെ മനസ്സാണ് ശരിക്കും അതിന് ഉയരുന്നത്. അപ്പൊ ഏതൊരു ആക്ഷനിലും ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ മൈൻഡാണ്, മനസ്സാണ്. നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുക, വേണ്ട എക്സസൈസ്, വേണ്ട ഭക്ഷണം, അതിനെ ഒരു വേലക്കാരനെ പോലെ ട്രീറ്റ് ചെയ്യരുത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുപ്പിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, എക്സസൈസ് കൊടുക്കാണ്ടിരിക്കുക. നേരെ മറിച്ചുണ്ട്, എപ്പോൾ നോക്കിയാലും ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ജിംനേഷ്യത്തിൽ പോവുക, എത്രയോ മണിക്കൂറുകൾ അതിൽ സ്പെൻഡ് ചെയ്യുക. ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. ഈ ശരീരം കൊണ്ട് എന്താ ചെയ്യാൻ പോണത്? നമ്മൾ എന്തിനാണ് ശരീര ബലം? ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അൺനാച്ചുറൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവാതെ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്നാണ് ഭഗവാൻ. ഉറക്കവും കറക്റ്റായിട്ട് വേണം, ഉണരലും കറക്റ്റായിട്ട് വേണം, എക്സസൈസ് വേണ്ട രീതിയിൽ, ഭക്ഷണം വേണ്ട രീതിയിൽ, സമയത്തിന് കുളിക്കുക, എല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യും. വൃത്തിയാക്കി വയ്ക്കുക, നഖം വെട്ടുക, ഷേവ് ചെയ്യാം, നമ്മൾ പ്രസന്റബിൾ ആവും. ഇത് എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ടിന്റെ മുമ്പിൽ കാണുമ്പോൾ അയ്യേ ഇങ്ങനെ ഒരു മനുഷ്യനെന്ന് തോന്നരുത്. ആദ്യം അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.